നാനോസ് ബയോളജിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകളായ ഇമാസ്കുലേഷനും ബാഗിങ്ങിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ചെറിയൊരു ടോപ്പിക്കായ പോളൻ ജെർമിനേഷൻ സ്റ്റഡി. ഈ മൂന്ന് ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇമാസ്കുലേഷൻ, ബാഗിങ്, പോളൻ ജെർമിനേഷൻ സ്റ്റഡി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് വേണ്ടി ഏത് പ്ലാന്റിനെയാണോ ഫീമെയിൽ പേരൻ്റായിട്ട് സെലക്ട് ചെയ്ത് ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ആന്തറിനെ റിമൂവ് ചെയ്യേണ്ടി വരും. മനസ്സിലായേ? റിമൂവ് ചെയ്ത് ആ ബൈസെക്ഷൽ ഫ്ലവറിനെ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായേ? ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഇമാസ്കുലേഷൻ. ഏത് പേര് വിളിക്കും? ഇമാസ്കുലേഷൻ. അപ്പോൾ എന്തോ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് നമ്മൾ പറഞ്ഞേ? അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്താനായിട്ട് രണ്ട് പ്ലാന്റുകളെ സെലക്ട് ചെയ്ത് ഏതാണോ ഫീമെയിൽ പേരൻ്റായിട്ട് സെലക്ട് ചെയ്ത് ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിമൂവ് ചെയ്യേണ്ടി വരും. എന്ത് തടയാൻ വേണ്ടി? സെൽഫ് പോളിനേഷൻ നടക്കുന്നത് തടയാൻ വേണ്ടി. മനസ്സിലായി? ആ ആന്തറിനെ ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഇമാസ്കുലേഷൻ. ഓക്കെ. അപ്പോൾ ഇമാസ്കുലേഷൻ ചെയ്യേണ്ടി വരുന്നത് സാധാരണ ഈ ഫീമെയിൽ പേരൻ്റായിട്ട് സെലക്ട് ചെയ്ത പ്ലാന്റ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണെങ്കിൽ മാത്രം എന്ത് നടത്തിയാൽ മതി? ഇമാസ്കുലേഷൻ. ഓക്കെ. ഇമാസ്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഒരു ഫ്ലവറിന്റെ ബഡാണ് വരച്ചു വെച്ചേക്കുന്നത്. ഏതാണ്? ഫ്ലവർ ബഡ്. ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. ഒരു ഫ്ലവർ ബഡാണ് വരച്ചു വെച്ചേക്കുന്നത്. ഫ്ലവർ ബഡ് എടുക്കാൻ ഒരു കാരണമുണ്ട്. ഫ്ലവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആന്തറിനെ റിമൂവ് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. മനസ്സിലായി? കാരണം അവിടെ അതിന് മുമ്പേ ചിലപ്പം ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് നടക്കാം? ആന്തർ ഡിഹൈസ് ചെയ്ത് പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായി? അപ്പം നമ്മൾ ഇമാസ്കുലേഷൻ നടത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ആന്തറിനെ കട്ട് ചെയ്ത് പിന്നീട് കളയുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം എന്താ? ഓൾറെഡി അവിടെ സെൽഫ് പോളിനേഷൻ നടന്നിട്ടുണ്ടാവും. മനസ്സിലായി? നമ്മൾ ഇമാസ്കുലേഷൻ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാണ്? അവിടെ സെൽഫ് പോളിനേഷൻ തടയുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ ഓപ്പൺഡ് ഫ്ലവറിലല്ല നമ്മൾ ചെയ്യുന്നത്, ഫ്ലവർ ബഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ. അതായത് നാളെ വിരിയാനുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം വിരിയാനുള്ള ഒരു ഫ്ലവർ ബഡാണ് നമ്മൾ എന്തിനു സെലക്ട് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ. കാരണം അന്നേരം അതിനുള്ളിലിരിക്കുന്ന ആന്തറും ഇമ്മച്യൂർ സ്റ്റേജിലായിരിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഫ്ലവർ ബഡാണ് നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ. ഇതതിൻ്റെ സ്റ്റോക്കായ പെഡിസലാണ്. ഇത് തലാമസ് ആണ്. ഇത് കാലിക്സിലെ സെപ്പലാണ്. ഇത് പെറ്റൽ. ഇത് സ്റ്റേമൻ. ഇത് ഗൈനീഷ്യ അല്ലെങ്കിൽ കാർപ്പൻ. ഓക്കെ. അപ്പൊ ഇത് ഫ്ലവർ ബഡായിട്ടാണ് ഇരിക്കുക. നമ്മൾ ഇത് എന്ത് ചെയ്യും? ഫോഴ്സെപ്സ് വെച്ച് ഇതിനെ എന്ത് ചെയ്യും? പതുക്കെ സ്പ്രെഡ് ചെയ്യും. മനസ്സിലായി? ആരെ സ്പ്രെഡ് ചെയ്യുന്നതാണ്? ഈ പെറ്റൽസിനെ പതുക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ. സ്പ്രെഡ് ചെയ്യുന്നതിനോടൊപ്പം ഇത് നമുക്ക് ആരെ കാണാൻ പറ്റും? അതിനുള്ളിലിരിക്കുന്ന ആന്തേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിനെ ഒന്നെങ്കിൽ ഫോഴ്സെപ്സ് വെച്ച് നമ്മൾ ഇതിനെ പ്ലക്ക് ചെയ്തെടുക്കും. പിടിയിട്ട് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആന്തർ ലോബ്സ് അതിനകത്ത് ഇട്ടേക്കരുത്. അതിനെ എന്ത് ചെയ്യണം? എടുത്ത് പുറത്ത് കളയണം. മനസ്സിലായി? ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ പെറ്റൽസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസേഴ്സ് വെച്ച് അതിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് മാറ്റും. മനസ്സിലായി? അതിന്റെ ഡയഗ്രമാണ് ആ കാണുന്നത്. അതിന്റെ ഡയഗ്രമാണ്. ഓക്കെ. ഇമാസ്കുലേഷൻ നടത്തുന്നത് പീ പ്ലാന്റില് ഇമാസ്കുലേഷൻ നടത്തുന്നത് സിസേഴ്സ് ഉപയോഗിച്ച് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ഡയഗ്രമാണ് ആ കാണുന്നത്. ഓക്കെ. അത് ഇമാസ്കുലേഷൻ ആണ്. അങ്ങനെ ഒരു ഡയഗ്രം തന്നാൽ ഓർത്തോണം അത് ഏത് നടത്തുന്നതാണ്? ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കാര്യം പറഞ്ഞ പിടികിട്ടിയോ? അപ്പം ഇമാസ്കുലേഷൻ എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയും? ഓപ്പൺഡ് ഫ്ലവറിലോ ഫ്ലവർ ബഡിലോ? ഒരു ഫ്ലവർ ബഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമാസ്കുലേഷൻ. ഓക്കെ. ആരെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്തുള്ള സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആരെ റിമൂവ് ചെയ്യും? ഈ ആന്തർ ലോബ്സുകളെ അല്ലെങ്കിൽ സ്റ്റേമനെ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റും. മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഇനിയിപ്പോൾ ആരില്ല? സ്റ്റേമൻസ് ഇല്ല. മനസ്സിലായി? പിടികിട്ടിയോ? ഈ ഫ്ലവറിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. ഏത് പേര് വിളിക്കും? ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. ഇമാസ്കുലേഷൻ നടത്തേണ്ട നമ്മൾ സെലക്ട് ചെയ്ത പേരന്റ് പ്ലാന്റ് ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഇമാസ്കുലേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ. കാര്യം പറഞ്ഞ പിടികിട്ടിയല്ലോ. അപ്പൊ ഇമാസ്കുലേഷൻ എന്തോന്ന് പറയാമല്ലോ. അതുകൊണ്ട് അതിന്റെ നോട്ടാണ് നമ്മൾ ഇവിടെ എഴുതി ഇട്ടേക്കുന്നത്. ഇമാസ്കുലേഷനെ അതായത് ഇഫ് ദ ഫീമെയിൽ പേരന്റ് ബെയർസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ
ദ ആന്തേഴ്സ് മസ്റ്റ് ബി റിമൂവ്ഡ്. ആന്തേഴ്സിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലേ? ഫ്രം ദ ഫ്ലവർ ബഡ്സ് ബിഫോർ ആന്തർ ഡിഹൈസസ് അല്ലേ? ആന്തർ പൊട്ടി പൂമ്പൊടി പുറത്ത് വരുന്നതിന് മുമ്പേ ഫ്ലവർ ബഡിൽ വെച്ച് അവനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം അല്ലേ? യൂസിങ് എ പെയർ ഓഫ് ഫോഴ്സെപ്സ്, ഒരു ജോഡി ഫോഴ്സെപ്സ് ഉപയോഗിച്ചിട്ട്. ക്ലിയർ ആണല്ലോ കാര്യം പറഞ്ഞേ? ഇനി ഇമാസ്കുലേഷന്റെ ഡെഫിനിഷൻ ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോണം. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫ്ലവർ ബഡ് ഓഫ് ബൈസെക്ഷൽ ഫ്ലവർ ഓഫ് എ ഫീമെയിൽ പേരന്റ് ബിഫോർ ആന്തർ dehisces using a pair of forceps is called emasculation. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ it is the process of removal of anther from a bisexual flower at bud stage. ഓക്കെ, അതിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷന്റെ അഡ്വാൻറ്റേജ് എന്തുവെന്ന് ചോദിക്കും. എന്തോ ഇമാസ്കുലേഷന്റെ അഡ്വാൻറ്റേജ്? അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്ന മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇമാസ്കുലേഷൻ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി മേജർ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ കാര്യം പറഞ്ഞേ? പിന്നെ ഇമാസ്കുലേഷന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസ് ആയിട്ട് ചോദിച്ചാൽ ഇമാസ്കുലേഷൻ പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ക്ലിയർ കാര്യം പറഞ്ഞ വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, പിന്നെ നമ്മളിപ്പം സെലക്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് വേണ്ടി സെലക്ട് ചെയ്ത ഫീമെയിൽ പേരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ ഇമാസ്കുലേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് മെയിൽ പ്ലാന്റും ആയിരിക്കാം, മറ്റേത് ഏതായിരിക്കും? ഫീമെയിൽ പ്ലാന്റും ആണ്. ഇനി അതല്ല, ഒരു മൊണീഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ അതിനകത്ത് ആൺപൂവും പെൺപൂവും ഒരേ ചെടിയിൽ തന്നെ കാണുമല്ലോ. അങ്ങനത്തെ കേസിൽ ഫീമെയിൽ ഫ്ലവേഴ്സിൽ നമുക്കറിയാം അവിടെ ആന്തേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യതകളില്ല. അപ്പൊ അങ്ങനത്തെ ഒരു യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ പേരന്റ് ആയിട്ട് സെലക്ട് ചെയ്ത പ്ലാന്റ് ആണെങ്കിൽ പോലും അവിടെ എന്തിന്റെ ആവശ്യമില്ല? ഇമാസ്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് എന്ത് ചെയ്താൽ മതി? ബാഗിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയാൽ മതി. അതായത് ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പാണ് ബാഗിംഗ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഒരു പോളിത്തീൻ കവറിട്ട് കെട്ടിവെക്കും. മനസ്സിലായി? ഇമാസ്കുലേഷൻ നടത്താതെ. കാരണം നടത്തേണ്ട അവിടെ ആവശ്യമില്ല, ആന്തേഴ്സ് ഇല്ല. ക്ലിയർ ആയല്ലോ കാര്യം പറഞ്ഞ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പോയിന്റ് ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇഫ് ദ ഫീമെയിൽ പേരന്റ് പ്രൊഡ്യൂസസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അതായത് ഫീമെയിൽ പേരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ സ്റ്റേമിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഇമാസ്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. there is no need for emasculation. ഓക്കെ, അവിടെ ആകെപ്പാടെ ചെയ്യേണ്ട കാര്യം അടുത്തൊരു സ്റ്റെപ്പ്, ഇമാസ്കുലേഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് മാത്രം ചെയ്താൽ മതി. അതായത് ഫീമെയിൽ ഫ്ലവർ ബഡ്സ് ആർ ബാഗ്ഡ്, കവറിട്ട് മൂടുക. ബിഫോർ ദ ഫ്ലവർ ഓപ്പൺസ്, ഫ്ലവർ വിരിയുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒരു പോളിത്തീൻ ബാഗ് ഇട്ട് എന്ത് ചെയ്യുക? കവർ ചെയ്ത് വെക്കുക. അതാണ് ബാഗിങ് പ്രോസസ്സ്. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ കാര്യം പറഞ്ഞ പിടികിട്ടിയല്ലോ? ഓക്കെ, ബാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവറിൽ നമുക്കറിയാം ഇമാസ്കുലേഷൻ നടത്തുന്നത് ഒരു ഫ്ലവർ ബഡിലാണ് അല്ലേ? അപ്പം ഇമാസ്കുലേഷൻ നടത്താൻ വേണ്ടി ഫ്ലവർ ബഡിൻ്റെ സെപ്പൽസും പെറ്റൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്തിട്ട് ആണ് അതിനകത്തിരിക്കുന്ന ആന്തറിനെ റിമൂവ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പം ആന്തറിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ആ പ്രോസസ്സ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? ഇമാസ്കുലേഷൻ. അങ്ങനത്തെ ഒരു ഇമാസ്കുലേറ്റഡ് ഫ്ലവറിൽ നമ്മൾ സെപ്പലും പെറ്റലും ഒക്കെ സ്പ്രെഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്റ്റിഗ്മ എങ്ങനെ ആയിരിക്കും? എക്സ്പോസ്ഡ് ആയിരിക്കും, ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരിക്കും. മനസ്സിലാകുന്നത്? പക്ഷേ സ്റ്റിഗ്മ അന്നേരം ഇമ്മച്വർ ആണ്, റിസെപ്റ്റീവ് ആയിട്ടില്ല, എങ്കിൽ കൂടിയും അങ്ങനെ തുറന്നു വെച്ചേക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ അതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ? പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ അവൻ റിസെപ്റ്റീവ് ആകുമ്പം ആ വന്ന് വീണ പൂമ്പൊടി അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ ബാഗിങ്. ഏതാണ് ബാഗിങ്? ബാഗിങ് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഇമാസ്കുലേഷൻ നടത്തിയ ആ ഫ്ലവറിനെ അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബാഗ് ഇട്ട്, അതായത് ഒരു ബട്ടർ പേപ്പർ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു നിശ്ചിത സൈസുള്ള ഒരു ബാഗ് ഇട്ട് ആ കംപ്ലീറ്റ് ഫ്ലവറിനെ എന്ത് ചെയ്യും? കവർ ചെയ്ത് ടാഗ് ചെയ്ത് വെക്കും. മനസ്സിലായി? ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ബാഗിങ്. ഏത് പേര് വിളിക്കും? ബാഗിങ്. ബാഗിങ് മൂലം ഫ്ലവറിന് അല്ലെങ്കിൽ ആ ചെടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തുവാന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റിഗ്മയിൽ ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ വന്ന് വീഴുന്നത് നമുക്ക് തടയാൻ പറ്റും. മനസ്സിലായി? ഇത് കണ്ട ഒരു ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവറിൻ്റെ ഡയഗ്രമാണ്. അതിനെ ബാഗ് ചെയ്ത് വെച്ചേക്കാണ്. അതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇത് ഇമാസ്കുലേഷൻ നടത്തുന്നതിന് മുമ്പേ ആ ഫ്ലവർ ബഡിൻ്റെ സെപ്പലും പെറ്റലും എല്ലാം അടുത്തിരുന്നാണ് അല്ലേ? ഇമാസ്കുലേഷൻ നടത്താനായിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റിഗ്മ ഇപ്പം എന്ത് ചെയ്ത്? എക്സ്പോസ്ഡ് ആയി. എന്നിട്ട് അതിൽ നിന്ന് ഇമാസ്കുലേഷൻ നടത്തി അതിലിപ്പം സ്റ്റേമൻ ഇല്ല, പക്ഷേ ആ പെറ്റലെല്ലാം എന്ത് ചെയ്തു? സ്പ്രെഡഡ് ആയി അല്ലേ? അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്റ്റിഗ്മ എക്സ്പോസ്ഡ് ആയി. അപ്പോൾ ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ വന്ന് വീഴാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അല്ലേ? സ്റ്റിഗ്മ ഇമ്മച്വർ ആണെങ്കിൽ പോലും
ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ അവിടെ വന്ന് വീഴും അല്ലെ, മറ്റു ചെടികളുടെയൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പൂമ്പൊടി മാത്രമേ അതിൻ്റെ സ്റ്റിഗ്മയിൽ ചെന്ന് പതിക്കാവൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ എന്ത് ചെയ്യുന്നു, ഇമാസ്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ബട്ടർ പേപ്പർ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ബാഗ് അത് വെച്ച് ഈ കംപ്ലീറ്റ് ഫ്ലവറിനെ എന്ത് ചെയ്യുന്നു, അങ്ങ് കെട്ടിവെക്കുന്നു. മനസ്സിലായി? ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബാഗിങ്. ഏത് പേര് വിളിക്കും? ബാഗിങ്. ഓക്കെ. അപ്പോൾ ബാഗിങ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞാൽ ഇമാസ്കുലേറ്റഡ് ഫ്ലവർ ഹാസ് ടു ബി, നമ്മൾ ഇമാസ്കുലേഷൻ നടത്തിയ ആ ഫ്ലവറിനെ ഹാസ് ടു ബി കവേർഡ് വിത്ത് എ ബാഗ് ഓഫ് സ്യൂട്ടബിൾ സൈസ്, ഒരു നിശ്ചിത അളവുള്ള ബാഗ് വെച്ച് അതിനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു അല്ലേ. ആ ബാഗ് എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്, ജനറലി മെയ്ഡ് അപ്പ് ഓഫ് ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ബാഗ് വെച്ച് അതിനെ കവർ ചെയ്യുന്നു. ഓക്കെ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാഗിങ്. ആ പ്രോസസ്സ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത് പറഞ്ഞാൽ ബാഗിങ്. ഓക്കെ. ബാഗിങ് എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജും ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് ആയിട്ട് ചോദിക്കും. മനസ്സിലായി? ബാഗിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തുവെന്ന് ചോദിച്ചാൽ ബാഗിങ് പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ വിത്ത് അൺവാണ്ടഡ് പോളൻസ്. അതായത് ബാഗിങ്, ഇതാണ് ബാഗ് ഇട്ട് വെച്ചേക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത് ബാഗിങ്. ബാഗിങ് കൊണ്ട് ഈ ഫ്ലവറിന് കിട്ടുന്ന മെച്ചം എന്തുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിഗ്മയിൽ, ഈ ഫ്ലവറിൻ്റെ ഈ സ്റ്റിഗ്മയിൽ ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ വന്ന് വീഴുന്നത് ഇവൻ തടയും. മനസ്സിലായി? അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തുവെന്ന് പറഞ്ഞ ഇവിടെ കിട്ടിയാലും ബാഗിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തുവാ നമ്മൾ പറയും, ബാഗിങ് പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ വിത്ത് അൺവാണ്ടഡ് പോളൻ, ആവശ്യമില്ലാത്ത പൂമ്പൊടികൾ വന്ന് വീഴുന്നത് തടയും. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഫ്ലവറിനെ കവർ ചെയ്യുന്നതിന് പകരം സ്റ്റിഗ്മ ഇച്ചിരി വലിപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ സ്റ്റിഗ്മാറ്റിക് ഹെഡ് മാത്രം എന്ത് ചെയ്യും, ഇതേപോലെ ബട്ടർ പേപ്പർ ബാഗ് വെച്ച് ആ സ്റ്റിഗ്മാറ്റിക് ഹെഡ് മാത്രം ഇങ്ങനെ കെട്ടിവെക്കും. അതിനെ നമ്മൾ ബാഗിങ് എന്ന് വിളിക്കും. ക്ലിയർ ആയ കാര്യം പറഞ്ഞ് വിടിയിട്ടില്ലോ? ഡൗട്ടില്ലല്ലോ? ഇപ്പോൾ ബാഗിങ് മനസ്സിലായല്ലോ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത് ബാഗിങ്, ഇമാസ്കുലേഷനെ പോലെ. ക്ലിയർ? ഡൗട്ടില്ലേ? ബാഗിങ്ങിൻ്റെ ഈ ഡയഗ്രാം കൂടെ നോക്കി വെച്ചോണം. നമ്മൾ പീ പ്ലാന്റിൽ ഇമാസ്കുലേഷൻ നടത്തിയ ഒരു ഫ്ലവറിനെ ബട്ടർ പേപ്പറിൻ്റെ ബാഗ് വെച്ച് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുന്ന ഡയഗ്രമാണ്. ബാഗിങ് പ്രോസസ്സാണ് ആ കാണിച്ചേക്കുന്നത്. ആ ഡയഗ്രാം നോക്കി വെച്ചോണം. അങ്ങനത്തെ ഒരു ഡയഗ്രാം തന്നാൽ എക്സാമിന് ഏത് പ്രക്രിയയാണെന്ന് ഓർത്തോണം, ബാഗിങ് പ്രോസസ്സാണെന്ന് ഓർത്തോണം. ഓക്കെ, കണ്ടല്ലോ? ആ ഡയഗ്രാം നോക്കി വെച്ചോളുക. കവറിട്ട് മൂടി വെച്ചേക്കുന്നത്. ക്ലിയർ? കാര്യം പറഞ്ഞാൽ മനസ്സിലായി? അപ്പം വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാഗിങ്ങിനെ കുറിച്ച്. ക്ലിയർ? നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ടോപ്പിക്കിന് പേരിട്ടേക്കുന്നത് പോളൻ ജെർമിനേഷൻ സ്റ്റഡി എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിൽ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിൽ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ കഴിഞ്ഞും അതേപോലെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് തൊട്ട് മുമ്പായിട്ട് കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഈ പോളൻ ജെർമിനേഷൻ സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് ചോദിച്ചാൽ, അതായത് നമ്മളൊരു മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു ജെർമിനേറ്റഡ് പോളൻ ഗ്രെയിനെ ഒബ്സർവ് ചെയ്യുമ്പം എങ്ങനെ അതിനെ കാണാൻ സാധിക്കും, എങ്ങനെ അത് ഇരിക്കുമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നമ്മുടെ സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. വളരെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, എക്സാമിന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയായിട്ട്. ഓക്കെ, അപ്പം ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് ഞാൻ എക്സ്പെരിമെൻ്റ് ഈ ബോർഡിൽ വരച്ചിട്ടേക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുന്നു. അതേപോലെ 10% ഷുഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. 10% ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 10 gram ഷുഗർ ഇൻ 100 ml വാട്ടർ അല്ലേ. നമ്മൾ അങ്ങനത്തെ ഒരു 10% ഷുഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിലൊരു ഡ്രോപ്പ് നമ്മൾ ഈ ഗ്ലാസ് സ്ലൈഡിൻ്റെ സെൻറ്ററിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ഡ്രോപ്പ് 10% ഷുഗർ സൊല്യൂഷൻ ഉള്ള ഈ ഗ്ലാസ് സ്ലൈഡിൻ്റെ സർഫസിലോട്ട് നമുക്ക് ഏത് ചെടിയുടെ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ്റെ ജെർമിനേഷനാണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ആ ചെടിയുടെ ഫ്ലവർ കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫ്ലവർ കൊണ്ടുവന്ന് ഈ ഡ്രോപ്പിന് മുകളിലോട്ട് അതിനകത്തുള്ള പൂമ്പൊടി ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഒന്ന് ഡസ്റ്റ് ചെയ്യുക. അതിലൊന്ന് തട്ടിയാൽ മതി, അതിൽ നിന്ന് ആ പൂമ്പൊടി അതിനകത്തോട്ട് വീണോളും. മനസ്സിലായി? എന്നിട്ട് ആ സൊല്യൂഷൻ 15 മിനിറ്റ് തൊട്ട് ഒരു 30 മിനിറ്റ് വരെ, അതായത് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെയോ നമ്മളതങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ആ സൊല്യൂഷൻ അടങ്ങുന്ന പോളൻ ഗ്രെയിനെ ഇട്ട ആ സൊല്യൂഷൻ അടങ്ങുന്ന സ്ലൈഡ് നമ്മൾ മൈക്രോസ്കോപ്പിലെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ലോ പവർ ലെൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ കൂടെ ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ പൂമ്പൊടിയിൽ നിന്നും ചെറിയൊരു രോമം പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ അറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.
ആ ഹെയർ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? പോളൻ ട്യൂബാണ്. മനസ്സിലായി? അങ്ങനെ പോളൻ ട്യൂബ് സ്പ്രൗട്ട് ചെയ്ത് ഓരോ പോളൻ ഗ്രെയിനിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായി? ക്ലിയർ ആയോ? ആ എക്സ്പെരിമെൻ്റ് ഇതാണ്, അതിൻ്റെ ഫ്ലോ ചാർട്ട് ഇതാണ്. പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് 10% ഷുഗർ സൊല്യൂഷൻ ഓവർ എ ഗ്ലാസ് സ്ലൈഡ്. ഒരു ഗ്ലാസ് സ്ലൈഡിലോട്ട് 10% ഷുഗർ സൊല്യൂഷൻ്റെ ഒരു ഡ്രോപ്പ് അതിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഡസ്റ്റ് സം പോളൻ ഗ്രെയിൻസ് ഫ്രം എ ഫ്ലവർ. അതിന് പയറിൻ്റെ പൂ എടുക്കാം, അല്ലെങ്കിൽ വിൻക. ഓക്കെ. ഏതേലും ചെടിയുടെ പൂമ്പൊടി നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ സർഫസിലോട്ട് ഡസ്റ്റ് ചെയ്യുക. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ പൂമ്പൊടിയാകുമ്പോൾ ഏറ്റവും ബെറ്റർ. ഓക്കെ. എന്നിട്ട് ആഫ്റ്റർ അബൌട്ട് 15 to 30 minutes, 15 to 30 മിനിറ്റിന് ശേഷം ഒബ്സർവ് ദ സ്ലൈഡ് അണ്ടർ ലോ പവർ ലെൻസ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ ലോ പവർ ലെൻസിനടിയിൽ വെച്ച് ഒബ്സർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓരോ പോളൻ ഗ്രെയിനിൽ നിന്നും ചെറിയൊരു ട്യൂബുലാർ സ്ട്രക്ചർ അറൈസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. യു ക്യാൻ സീ ടൈനി ട്യൂബുലാർ പോളൻ ട്യൂബ് കമ്മിങ് ഔട്ട് ഓഫ് ദി പോളൻ ഗ്രെയിൻസ്. ഓക്കെ. കാര്യം പറഞ്ഞ പിടിയിട്ടുള്ള ഇതാണ് പോളൻ ജെർമിനേഷൻ സ്റ്റഡിയുടെ ഫ്ലോ ചാർട്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അഥവാ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ? ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.